ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ്. ഈ ടെറസിൻ്റെ മുകളിലിരിക്കാൻ തന്നെ കാരണം എന്ന് പറയാൻ കുറച്ച് മെമ്മറീസ് കൂടുതലുള്ളൊരു ഏരിയയാണ് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞാൻ നേരത്തെ ഹോം ടൂർ ഇട്ടപ്പോൾ ഞാൻ ചെറിയ ചെറിയ അവന്മാരുടെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നില്ലേ, അതായത് അപ്പു പപ്പി ടിങ്കു അങ്ങനെ പറയുമെങ്കിൽ അവന്മാരെ പറ്റി എനിക്ക് കൂടുതൽ സംസാരിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് പറഞ്ഞ് ലെങ്ത്ത് കൂട്ടാത്തത്. അപ്പം ഞാൻ പുതിയൊരു വീഡിയോ എടുക്കാമെന്ന് വെച്ചതിൻ്റെ കാരണം തന്നെ ഇന്നത്തെ ദിവസം, അതായത് സെപ്റ്റംബർ 22, എൻ്റെ അപ്പുവിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ എന്ന് പറയാനായിട്ട് അപ്പു എന്ന് പറയുന്നത് ആരാണെന്ന് അറിയില്ലല്ലോ. അപ്പു എന്ന് പറയണത് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു പട്ടിക്കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാൻ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ മിക്കവർക്കും അറിയാമെന്ന് തോന്നുന്നു. അതുപോലെ എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം അപ്പു ആരാണെന്നുള്ളത്. അപ്പോൾ അവനെ ഞങ്ങൾക്ക് കൈ കിട്ടിയിട്ട് ഇന്നത്തേക്ക് ഇപ്പോൾ 2008 അവനെ കൊണ്ടുവന്നത്. ഇപ്പോൾ 10-16 വർഷം. ഇന്ന് ശരിക്കും അവൻ്റെ 16ാമത്തെ ബർത്ത്ഡേ ആണ്, 16th ബർത്ത്ഡേ ആണ് അപ്പുവിൻ്റെ. അപ്പോൾ അവനെപ്പറ്റി എനിക്ക് കുറച്ച് സംസാരിക്കണം. അവനെപ്പറ്റി മാത്രമല്ല, എൻ്റെ കൂട്ടുകാരായിട്ടുള്ള ബാക്കി കുറച്ച് പട്ടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാരെ പറ്റി പറയാമല്ലോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ എടുത്തത്. പിന്നെ അവൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എനിക്ക് അവനെ കുറച്ചും കൂടി ഓർക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മെമ്മറീസും കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പട്ടികൾ എന്ന് പറയുമ്പോൾ എനിക്ക് പട്ടികൾ എന്ന് പറയാൻ തന്നെ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ വളർത്തുന്നങ്ങൾ എനിക്ക് പട്ടികൾ എന്ന് പറയാൻ ഇഷ്ടമല്ല. പിന്നെ ഒരാൾക്ക് മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പേരുമല്ല അപ്പു പപ്പി ടിങ്കു എന്നൊക്കെ പറയുമ്പോഴേക്കും ഇതാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പട്ടികൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ പട്ടി എന്ന് പറയുന്നത്, ആ ഒരു വാക്ക് യൂസ് ചെയ്യുന്നത്. അല്ലാണ്ട് എൻ്റെ വീട്ടിലുള്ള ആരും എനിക്ക് അങ്ങനെ, അതായത് എൻ്റെ വീട്ടിലുള്ള പട്ടികൾ എനിക്ക് അങ്ങനെ ഒന്നും പട്ടി എന്ന് മെൻഷൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. പേര് പറയാനും നമ്മൾ എന്ത് പേരിട്ടാണോ അവന്മാരെ വിളിക്കുന്നത് ആ ഒരു പേര് പറഞ്ഞ് മെൻഷൻ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വളർത്തിയെന്ന് പറയാനായിട്ട് ജാക്കി എന്ന് പറഞ്ഞ കുഞ്ഞിപ്പട്ടി ഉണ്ടായിരുന്നു. ഒരു നാടൻ പട്ടിയാണ്, ഓപ്പൊക്കെ പണ്ട് കിട്ടിയിട്ടുള്ളത് നാടൻ പട്ടിയാണ്. അപ്പോൾ അവനാണ് ഞാൻ ആദ്യമായിട്ട് വളർത്തിയിട്ടുള്ളത്. പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൂസോ. ബ്രൂസോ എന്ന് പറയുന്നൊരു ജർമ്മൻ്റെയൊക്കെ ഒരു ക്രോസ് ആണെന്ന് തോന്നുന്നു. ഞാൻ അതിൻ്റെ എക്സാക്റ്റ് രൂപം ഞാൻ മറന്നുപോയി. ഇങ്ങനത്തെ ഒരു ഇത് അല്ലാണ്ട് അത് ഏത് ബ്രീഡാണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ജാക്കി എന്ന് പറയുന്നത് നാടൻ പട്ടിയായിരുന്നു. അപ്പോൾ അവനെനിക്ക് ഞങ്ങളുടെ പഴയ വീടിൻ്റെ സൈഡിലായിട്ടൊരു ഊഞ്ഞാലുണ്ടായിരുന്നു. എനിക്കൊരു ഊഞ്ഞാലെ മൊപ്പൊക്കെ മുകളിൽ ജിം എടുക്കാനായിട്ട് മറ്റേ റിങ്ങിക്കിട്ട് തൂങ്ങൂലേ, അങ്ങനത്തെ ഒരു ഏരിയ ഉണ്ടായിരുന്നു നമ്മുടെ ഈ സൈഡിൽ. അപ്പം ഞാൻ ആ ഊഞ്ഞാലിലിരുന്ന് എൻ്റെ മടിയിലിരുത്തിയിട്ട് നിങ്ങളെ ഊഞ്ഞാലാട്ടുന്നൊരു മെമ്മറി, അതായത് ജാക്കിനെ ഊഞ്ഞാലാട്ടുന്നൊരു ഓർമ്മയാണ് എനിക്കുള്ളത്. അത് ആദ്യമായിട്ട് ഞാൻ വളർത്തിയൊരു പട്ടിയതാണ് ജാക്കി. പിന്നെ അച്ചാമ്മ എനിക്കിവിടെ കൂട്ടിരിക്കാറുണ്ടായിരുന്നു. അച്ചാമ്മ അപ്പേക്കാണ് എനിക്ക് വീട്ടിൽ, അതായത് എൻ്റെ അച്ഛയും അമ്മയൊക്കെ പണിക്കണ സമയത്ത് ഓപ്പയും കളിക്കാൻ പോകില്ല. പിന്നെ ഞാൻ മാത്രം വീട്ടിലുള്ള സമയത്ത് എനിക്ക് കൂട്ടിരിക്കുന്നത് അച്ചാമ്മ അപ്പയൊക്കെയാണ്. അപ്പോൾ അവരുടെ കൂടെ ഞാൻ തറവാട്ടിലേക്ക് പോകുന്ന സമയത്തൊക്കെ എൻ്റെ പുറകെ ഇങ്ങനെ വരുമായിരുന്നു. അതൊക്കെയാണ് എൻ്റെ മെമ്മറിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ജാക്കിനെ പറ്റി. പിന്നെ അത് ചത്തുപോയിട്ട് നമ്മുടെ തറവാടിൻ്റെ അടുത്തുള്ള ഒരു പോസ്റ്റിൻ്റെ അവിടെ അതിനെ കുഴിച്ചിട്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യം മാത്രമേ ജാക്കിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മയുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത് ബ്രൂസോയാണ്. ബ്രൂസോ എന്ന് പറയാനായിട്ട് എൻ്റെ അക്കരത്തമ്മ, അതായത് അമ്മച്ചിയുടെ അമ്മ, നമ്മുടെ വീട്ടിലൊറ്റക്ക് താമസിക്കുന്ന സമയത്ത് അവനൊരു കൂട്ടായിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ്. അത് ആര് കൊടുത്താണെന്ന് ഞാൻ മറന്നുപോയി. മാമൻ കൊടുത്താണോ ഓപ്പടെയാണോ എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ നമ്മുടെ വീട്ടിൽ പോകുന്ന സമയത്ത് അവനവിടെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയാണ്, ഈ ബ്രൂസ് ഭയങ്കര വലിയൊരു സാധനമായിരുന്നു അവൻ. അപ്പോൾ ഞാനിങ്ങനെ പേടിച്ചിട്ടൊക്കെ ഇരുന്ന് അവൻ്റെ അടുത്ത് പോയിക്കൊണ്ടിരുന്നത് ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഇവനെ കാണുന്ന സമയത്ത് ഇവനാണെങ്കിൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ഇതാരാണ് ഇങ്ങോട്ട് വന്നത്, എൻ്റെ വീട്ടിലിട്ട് ആരാ വന്നതെന്ന്. ഞാനും ഓപ്പയും കൂടെ ഇതേപോലെ വൈകുന്നേരം അവിടെ ചെന്ന സമയത്ത് അവനിങ്ങനെ നോക്കി നിൽക്കണം, ഞങ്ങൾ വന്നതെന്ന് നോക്കി. എന്നിട്ട് എന്നെ കണ്ടപ്പോഴേക്കും വേഗം ചാടി എൻ്റെ മേത്ത് കയറി ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് മൊത്തത്തിൽ ഇങ്ങനെ മണത്ത് നോക്കൂലേ, പുതിയൊരാളെ കാണുമ്പോൾ പട്ടികളിൽ മണം പിടിക്കില്ല, അതേപോലെ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ എൻ്റെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ എന്നെ മണത്ത്. ഞാനാണെങ്കിൽ എനിക്ക് മിണ്ടാൻ പറ്റണില്ല, ഞാൻ നിന്നിങ്ങനെ ഒഴുകണേണ്. അതായത് സ്റ്റാച്ചു ആയിട്ട് നമുക്ക് അറിയൂലേ, അതേപോലെ ഇങ്ങനെ കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്ക് ബ്രൂസിനെ പറ്റിയുള്ളൊരു ഓർമ്മ അതാണ്. അതിന് ശേഷം നമ്മുടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്ന അക്കരത്തമ്മ പറഞ്ഞ് അവനെ നോക്കാൻ പറ്റണില്ല, നിങ്ങൾ കൊണ്ടുവെക്കോ, ഓപ്പക്കും പട്ടിനെയൊക്കെ ഇഷ്ടമാണല്ലോ, അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പിന്നെ നമ്മുടെ വീട്ടിലായിരുന്നു അവനുണ്ടായിരുന്നത്. പിന്നെ അവനെ പറ്റിയുള്ള ഓർമ്മയെന്ന് പറയാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര വലിയ പട്ടിയായിട്ടുള്ള സമയത്താണല്ലോ അവനെ കൊണ്ടുവന്നത്. ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ മിങ്കിളായി പോയാനല്ലോ, വലുതാകുമ്പോഴേക്ക് അതുങ്ങളുടെ ഒരു സ്വഭാവം എന്നൊക്കെ അറിയില്ല. ഞാൻ ചെറുതല്ലേ, അത് 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമൊക്കെ ആയിരുന്നു, 2ലോ 3ലൊക്കെ ആയിരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ, എൻ്റെ ചേച്ചിയും കൂടെ തറവാട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് ഗേറ്റൊന്നും ഉണ്ടാവില്ല, ചുറ്റും ഇങ്ങനെ വെയിലേക്ക് കെട്ടുള്ള രീതിയിലായിരുന്നില്ല. അപ്പം ഞങ്ങൾ ഒരു വീടിന് പടി കെട്ടിയിട്ടുണ്ടായിരുന്നു, ഗേറ്റ് പോലത്തെ രീതിയിൽ ഷീറ്റും വെച്ചിട്ടൊക്കെ ഉള്ളത്. അപ്പം ഞങ്ങൾ ചോറിനാൻ വേണ്ടിയിട്ട് എന്തോ കാര്യത്തിന് നമ്മുടെ വീട്ടിലോട്ട്
പടി ഇങ്ങനെ തുറന്നപ്പോഴേക്ക് ബ്രൂസ് അഴിഞ്ഞടക്കണം. അതായത് നമ്മൾ കൊമ്പുള്ളിൽ ഇങ്ങനെ മണത്തൊക്കെ നടക്കൂല, അതേപോലെ നടക്കണം. അപ്പം ഞങ്ങൾ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ ചേച്ചിന്നും പറഞ്ഞുകൊണ്ട് ഞാനും ചേച്ചിയോട് അപ്പുറത്തെ വീട്ടിലോട്ട് ചേച്ചിയുടെ വീട്ടിലോട് ഓടിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. പിന്നെ വൈകുന്നേരമല്ല, അതിരാവിലെ അച്ഛക്ക് ചായ കൊണ്ടുവന്നിട്ട് അച്ചാമ്മക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടുള്ള ചായ തറവാട്ടിൽ നിന്ന് അച്ഛമ്മടെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ഒരു ചെറിയ ചുറ്റുപാത്രത്തിൽ ചായ കൊണ്ടുവരുന്ന ആ സമയത്ത് വീടിൻ്റെ പുറകെ കിടക്കണമായിരുന്നിട്ട്. അപ്പം എൻ്റെ ഒരു ഓർമ്മയായിട്ട് ഞാൻ പറയണത്, ഇവൻ പെട്ടെന്ന് കുറച്ച് പെട്ടെന്ന് അച്ഛമ്മ ഇങ്ങനെ അതിരാവിലെ വരുമ്പോൾ നല്ല തുണിയൊക്കെ തലയിലിട്ടിട്ടായിരിക്കും വന്നത്. ഈ മഞ്ഞൊക്കെ ഉണ്ടാവില്ല ചെറിയ ആ വെളുപ്പം കാലത്ത്. ഇവൻ കുരക്കയിൽ അച്ഛമ്മ പേടിച്ചിട്ട് അവിടെ ഒരു ചരിവ് വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ അതിലോട്ട് വീണ് അച്ഛമ്മ. രാവിലെ എൻ്റെപ്പോഴേക്കാണ് അതിനെപ്പറ്റി അമ്മച്ചിയൊക്കെ പറഞ്ഞ അച്ചാമ്മനെ അവന് ഉരുട്ടിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനൊരു ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ അവന് വയ്യാണ്ടായി. പിന്നെ അവന് നമ്മൾ ചവ് കൊടുക്കുമല്ലോ, അവന് ഫുഡ് കൊടുക്കണത് മറ്റേ ഇറച്ചിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, വേവിച്ച് കൊടുക്കും. അപ്പോൾ ആ ഫുഡ് കൊടുക്കണം മഞ്ഞ കളറിലൊക്കെ ആക്കിയിട്ട് വേവിച്ചൊക്കെ കൊടുക്കണം എൻ്റെ ഓർമ്മയുള്ളത്. പിന്നെ അവൻ വയ്യാണ്ടിട്ട് അവൻ മരിച്ചുപോയി. അപ്പം ഇതുങ്ങൾ രണ്ടുപേരാണ് ആദ്യമായിട്ട് വന്നത്, അതായത് ജാക്കി ബ്രൂസോ. അതിന് ശേഷം നമ്മളുടെ കയ്യിലോട്ട് ഇട്ടിരുന്ന ഒരു കുഞ്ഞെന്ന് പറയാനായിട്ടുള്ളത് പപ്പിയാണ്. പപ്പിനെ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 6ലെ വെക്കേഷന് ഞാൻ ഒരു വെക്കേഷൻ വരുമ്പോൾ നമ്മുടെ ചിറ്റയുടെ മാമ അങ്ങനെയൊക്കെ വീട്ടിലൊക്കെ നിൽക്കാനൊക്കെ പോയിരുന്നു. അങ്ങനെ എൻ്റെ ചിറ്റയുടെ വീട്ടിൽ നിൽക്കാൻ പോയിട്ട് വന്നപ്പോഴേക്കും ഒരു കടിയെത്തി. അതായത് നമ്മുടെ പപ്പി അവളിങ്ങനെ ചെറുതാണ്, അധികം ഒരു മാസം കൂടി പ്രായമില്ല അവൾക്ക്. അവളിങ്ങനെ ഇവിടെയൊക്കെ വിലസനാണ്, അതൊരു ദാതനെ പോലെ എല്ലാം ഓടിച്ചിട്ട് എന്നെ കണ്ടിട്ടാണെങ്കിൽ പ്രാന്തായിരുന്നു അവൾക്ക്. അവള് എന്നെ ഓടിച്ചിട്ട് കടിക്കണം. അപ്പം ഞാൻ ഓടി ടേബിളിൻ്റെ പുറത്ത് കയറും. അങ്ങനെ എന്നിട്ട് ഞാൻ മുറ്റടിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്നെ കടിക്കാൻ ഞാൻ ചൂലിനടിച്ച്. എന്നുവെച്ച് എനിക്കറിയാം ഒന്നാമതേ ഇവള് ഭയങ്കര കടിയത്തായുള്ളൊരു പേടി. അങ്ങനെ പിന്നെ അവള് വളർന്നതോട് ഭയങ്കര പാവമായിട്ട് മാറി. ഭയങ്കര പാവമാണ്, ആരും ഒരു ഉപദ്രവമൊന്നുമില്ല, കടിക്കൊന്നുമില്ല, ഒരു പാവമായിട്ട് മാറി. എനിക്ക് തോന്നുന്നത് അതിന് ശേഷം വേറെ പട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അതുങ്ങളുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് പാവമായി പോയതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന് ശേഷം, അതായത് പപ്പിയാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പുന്നാരിച്ച് വളർത്തിയിട്ടുള്ള വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് പപ്പി, നമ്മുടെ കയ്യിലിട്ടിട്ടുള്ളൊരു കുഞ്ഞായിട്ടുള്ളത്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 10-നാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അവരുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് നമുക്കറിയാം, ഏപ്രിൽ 10. അപ്പോൾ ഇതേ കാണുന്നുണ്ട് ഞങ്ങളുടെ പപ്പി എന്ന് പറയുന്നത്. അവൾ കുറേ വർഷം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലോട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പു എന്ന് പറയുന്നത്. അവൻ്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 22-ആണ്. അതായത് ഒരു ഓണത്തിൻ്റെ സമയത്തായിരുന്നു അവനെ നമ്മുടെ കയ്യിലോട്ടിട്ടത്. അച്ഛയും മോപ്പയും കൂടെ ഒരു പട്ടിനെ മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മച്ചിയുടെ പഴയൊരു ആക്റ്റീവ് വണ്ടി ഓർമ്മയുണ്ട്. അത് വേറെ ആ സീൻ വരെ എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. എന്നിട്ട് പോയിട്ട് ഉച്ചയൊക്കെ ആയപ്പോഴേക്കാണെന്ന് തോന്നുന്നു അച്ഛൻ ഒപ്പയും കൂടി വന്നു. അപ്പോൾ ആരാ എൻ്റെ കയ്യിൽ അച്ഛന് തന്നെന്ന് എനിക്ക് തോന്നുന്നു. അച്ഛൻ്റെ കയ്യിലായിരുന്നു ഇവൻ ഇരുന്നേച്ചത്. ഞാൻ വേഗം ആരും കൊണ്ടുവന്നേക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ വേഗം നമ്മുടെ വീടിൻ്റെ വാതിക്കലിട്ട് ഇറങ്ങി നിന്നപ്പോഴേക്കും അച്ഛൻ എൻ്റെ കയ്യിലോട്ട് അന്ന് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ കയ്യിലോട്ട് അവനിങ്ങനെ വെച്ച് തന്നപ്പോൾ ഇത്ര ഉള്ളു. എൻ്റെ കൈ അന്ന് കുറച്ചും കൂടി ചെറുതായിരിക്കുമല്ലോ, അതിനേൽ ചെറിയൊരു സാധനം എൻ്റെ കയ്യിൽ ഇങ്ങനെ കുഴിപ്പിങ്ങനെ തന്നെ തന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിലോട്ടായിട്ട് കിട്ടിയേക്കണം അവനാന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജീവനാണ് എനിക്ക് ഏറ്റവും വേറെ എന്തൊക്കെ പട്ടികൾ എൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ വന്ന് പോയി കഴിഞ്ഞാലും ഇത്തിരി മുമ്പിൽ നിൽക്കണത് അപ്പുവായിരിക്കും. ആ ഒരു അവനോടുള്ള ഇഷ്ടം എങ്ങനെയാണെന്നുള്ള ഞാനൊരു ഫോട്ടോ കാണിച്ചത്. അപ്പോൾ അവൻ സാധാരണ പിള്ളേർ നമ്മൾ എടുക്കൂലേ, ഇങ്ങനെ എടുത്ത് തോളത്തെടുക്കില്ലേ, അതേപോലെ കിടക്കുമായിരുന്നു അപ്പു എന്ന് പറയുന്നത്. വേറെ ആരും അങ്ങനെ കിടന്നിട്ടില്ല കേട്ടോ, വേറെ സാറയൊക്കെ കിടന്നിട്ടുണ്ട്. പക്ഷേ അവൾ ഇച്ചിരി വെയിറ്റ് ആയിരുന്നുകൊണ്ട് നമുക്ക് അങ്ങനെ അതേപോലെ ക്യാരി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പുവിൻ്റെ ആ ഒരു വെയിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമായിരുന്നു. അവനിങ്ങനെ പെറ്റിച്ച് നടന്നോളും മേത്ത്. ഞാൻ എൻ്റെ ഫോട്ടോ നിങ്ങൾ എന്തെങ്കിലും കാണിച്ചില്ല, അത്ര ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ ഒന്നുമില്ല. പഴയ ഫോണിൽ ചെറിയ ഫോൺ ഉണ്ടാവില്ല, കീപാഡ് ഫോണിൽ, ക്യാമറയുള്ള കീപാഡ് ഫോണിൽ എടുത്തിട്ടുള്ളൊരു ഫോട്ടോയാണ്. കുറേ വർഷം മുന്നേ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തേക്കുള്ളൊരു ഫോട്ടോയാണ് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ജീവൻ എന്ന് പറയുന്നത് അപ്പുവാണ്. അപ്പോൾ അപ്പു ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവനെ കയ്യിലോട്ടിട്ടത്. പിന്നെ അവൻ മരിച്ചത് ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആയിരുന്ന സമയത്ത് 2017-ലാണ് അവൻ മരിച്ചത്. അപ്പോൾ എൻ്റെ മരണം ഒട്ടും എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വയ്യാണ്ട് വന്ന് മരിച്ചാണ്. പിന്നെ നമ്മൾ വയ്യാണ്ടായപ്പോൾ നമ്മൾ ഇഞ്ചക്ഷനൊക്കെ വെച്ചായിരുന്നു. കാരണം ഫുഡൊന്നും കഴിക്കണില്ല. അവന് ഈ മഞ്ഞ സമയം ഉണ്ടാവില്ല, ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ സമയമുള്ള മഞ്ഞെന്നുള്ള ആ ഒരു ടൈം. അപ്പോൾ ആ സമയമാകുമ്പോഴേക്ക് ഇവന് ഭയങ്കര ചുമ പോലത്തെ ഒരു സാധനം, നമ്മൾ ഈ ശ്വാസം മുട്ടൽ ഇങ്ങനെ വലിക്കൂലേ, ആ ഒരു വലിവുണ്ടായിരുന്നു അവനപ്പോൾ. അങ്ങനെ വയ്യാണ്ടായിട്ട് ഫുഡൊന്നും കഴിക്കണ്ടായിരുന്നില്ല. അപ്പോൾ
ഞാൻ ഓർക്കുന്നുണ്ട് +2 പഠിക്കുന്ന സമയത്ത് ഇവന് വയ്യാണ്ടായിട്ട് ഒന്നും കഴിക്കണ്ടായില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് അഞ്ജന എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു +2. അവൾ എനിക്കൊരു മിൽക്കി ബാർ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു എന്തോ കാര്യത്തിന്. അപ്പം അവനൊന്നും കഴിക്കാണ്ടായപ്പോൾ ഞാൻ അതിലൊരു കഷ്ണം എടുത്ത് അവന് കൊടുത്തു. അപ്പോൾ അവനത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്നും കഴിക്കാത്തവൻ മിഠായി കഴിച്ചില്ല. അപ്പോൾ ഞാൻ ആ മിഠായി കൊടുത്തു. അപ്പോൾ അവൻ ആ ഒരു ഫുള്ള് മിഠായി കുറച്ച് കഴിച്ചു. എന്നാലും എന്തെങ്കിലും കഴിച്ചാൽ നല്ലൊരു ആശ്വാസം. പക്ഷേ ഡിഗ്രിക്ക് ഞങ്ങൾ ടൂർ പോയ സമയത്തൊക്കെ അങ്ങനെയായിട്ട് വയ്യാണ്ടിരിക്കണമായിരുന്നു 2017. അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ ടൂറ് പോയത്. പക്ഷേ എനിക്ക് ആ സമയത്ത് അമ്മച്ചിയൊക്കെ ഫോൺ ചെയ്യണം. നമ്മൾ ടൂറൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വിശേഷമൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അമ്മച്ചി ഫോൺ ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്തൊക്കെ അമ്മച്ചിയുടെ ചില സമയത്ത് ഒരു സങ്കടം പോലെ. അപ്പം ദൈവം അവൻ എന്തെങ്കിലും പറ്റി അമ്മച്ചിയുടെ മുഖം അമ്മച്ചി ഇങ്ങനെ സംസാരിക്കണ രീതി ഇങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കും. എന്നിട്ട് എങ്ങനെയെങ്കിലും ടൂർ കഴിഞ്ഞ് വന്നാൽ മതി എന്നപ്പോൾ അവനെ മരി ജീവനോടെ കണ്ടപ്പോൾ എനിക്കൊരു ആശ്വാസം. അവനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ ടൂറ് പോയി വന്ന് ഞാൻ ഡിസംബറിലാണ് ടൂർ പോയത്. 2017 ഡിസംബറിൽ ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂർ പോയത്. ഡിസംബർ 17 ഞങ്ങൾ തിരിച്ചെത്തി. അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം ക്ലാസ്സിലൊക്കെ പോകുമല്ലോ. അപ്പം വേറെ ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ക്ലാസ്സിലൊക്കെ പോയി. ഡിസംബർ 20 ഇപ്പോൾ ഇവൻ ഫുഡ് കഴിക്കാണ്ടായ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അയാൾ ഒരു ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചു. 5 ഇഞ്ചക്ഷൻ അവൻ ഒരു ദിവസം വെച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും അവനാകെ വെപ്രാളം പോലെ, മീൻസ് നാക്കൊക്കെ നീല കളറൊക്കെ ആയിട്ട് അങ്ങനെ. അത് പറയാൻ തന്നെ വയ്യ. നമ്മളത് ലൈഫിലൂടെ കടന്നു പോയി ഓർക്കുമ്പോൾ ദൈവം അതൊക്കെ എങ്ങനെ ഞാൻ അതിജീവിച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട്. അപ്പം പിറ്റേ ദിവസമായപ്പോഴേക്കും അവൻ വീട്ടിൽ മരിച്ചടക്കണം. ഡിസംബർ 20 രാവിലെ ഞാൻ കൂടുറം നോക്കിയപ്പോഴേക്കും അവൻ മരിച്ചടക്കുന്നത് അത് ഓർക്കുമ്പോൾ സങ്കടം വരും. അവൻ്റെ ഓർമ്മ എന്നൊക്കെ പറയാനായിട്ട് പ്രത്യേകിച്ച് പണ്ട് അവനെ കുളിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ അപ്പം പ്യുവർ വൈറ്റ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പൊമറേനിയൻ പോലെയല്ല, കുറച്ച് ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിയായിരുന്നു, ഒരു പപ്പിയായിരുന്നു അവൻ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അവൻ കുറച്ചുകൂടി വെളുക്കാൻ വേണ്ടിയിട്ട് ഉജാല മുക്കുമായിരുന്നു. കുളിപ്പിച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് ഉജാല കപ്പയിലെടുത്തിട്ട് അവനെ മുക്കും. അപ്പോൾ എന്താണ് നല്ല വൈറ്റ്. നമ്മൾ തോർത്തൊക്കെ മുക്കുമ്പോൾ തോർത്ത് വെളുത്ത് വരില്ല, അതേപോലെ അപ്പൂ വെളുത്ത് വരുമായിരുന്നു. പിന്നെ അവൻ്റെ മുടി ഇങ്ങനെ ഈരാണ് ചീപ്പം വെച്ച് ഞാനാണ് ഈരാറുള്ളത്. അതുപോലെ എൻ്റെ തലയിൽ പേനൊക്കെ ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് കളയണത്. അവനെ ഫുള്ളി ഇതാക്കി ഓപ്പൺ അവന്മാരെ കുളിപ്പിക്കാറുള്ളത്. പിന്നെ ഒപ്പം കിടക്കുമ്പോൾ മടി വരുമ്പോഴേക്കും ഞാനായി അവന്മാരുടെ കാര്യങ്ങളൊക്കെ നോക്കണത്. അവന്മാരെ കുളിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് എനിക്ക് ഓക്കെ, ഞാൻ കുളിപ്പിക്കുമായിരുന്നു. പിന്നെ ഫോട്ടോ ഒന്നുമില്ല, അന്ന് ഫോണിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ പോലത്തെ ഫെസിലിറ്റീസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഓർമ്മകൾ അത്ര അന്നത്തെ കാര്യങ്ങളെ പറ്റി എനിക്ക് പറയുമ്പോഴുണ്ട് കൂടുതൽ. പിന്നെ ഏതോ സമയത്തൊക്കെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ ചെറിയ ഫോട്ടോസൊക്കെ എടുത്തൊക്കെ മാത്രമേ അവന്മാരുടെ ഓർമ്മകൾ, പിന്നെ നമ്മുടെ ഓർമ്മകൾ മരിക്കുമ്പോൾ നല്ല ഇതൊക്കെ പൂവുകളൊക്കെ വരും. ഇങ്ങനെ മനസ്സിലിങ്ങനെ ഉണ്ടാവുമല്ലോ എല്ലാ കാര്യങ്ങളും. പിന്നെ എൻ്റെ അപ്പൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് അപ്പൂനെ പറ്റി ഇനിയും ഒരുപാട് പറയാനുണ്ട്. ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. അവൻ എന്നെ കടിക്കുമായിരുന്നു, അവൻ്റെ കുഞ്ഞിക്കീരിപ്പല്ലും കൊണ്ട് എന്നെ കടിക്കുന്നത്. അങ്ങനെയൊക്കെ ഈ ടെറസിൻ്റെ മുകളിലൊക്കെ പിന്നെ ഓടി നടന്നു. ഇവിടെയൊക്കെ ചുറ്റിനും ഓടി നടക്കാൻ സ്ഥലമായിരുന്നു. ഞാനിപ്പോൾ ഇരിക്കുന്നിടത്തൊക്കെ അവൻ ഇരുന്നിട്ടുണ്ടാവും, ഓടി നടന്നിട്ടുണ്ടാവും, കളിച്ചിട്ടുണ്ടാവും, എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് എൻ്റെ അപ്പു എന്ന് പറയണത്. ഇവനെ കുളിപ്പിച്ച് കുട്ടപ്പനൊക്കെ ആക്കിയിട്ട് നമ്മൾ പൊട്ടൊക്കെ തൊട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് സുന്ദരനാക്കി മുടിയാക്കി കീറിയിട്ടുള്ളൊരു ഫോട്ടോയാണിത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ സൺഷെയ്ഡിൻ്റെ മുകളിൽ അഴിച്ചിടുന്ന സമയത്ത് ഞാനത് ഇപ്പോഴേക്ക് പോകുമ്പോൾ എന്നെ നോക്കി നിൽക്കണതിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. പിന്നെ അപ്പും പപ്പിയും കൂടെ അവർ രണ്ടുപേരും ഒരുമിച്ചൊരു കൂട്ടിലാണ് കിടക്കാറുള്ളത്. അപ്പോൾ 2 പേരും അവരുടെ പഴയ കൂട്ടിൽ ഇങ്ങനെ ഇരിക്കണതിൻ്റെ ഒരു ഫോട്ടോയാണിത്. പിന്നെ ഇതിപ്പോൾ ഞാൻ ക്യാമറയും കൊണ്ട് വന്നപ്പോഴുള്ള അവൻ്റെ ഒരു സൂക്ഷ്മം. പിന്നെ അപ്പു സുഞ്ഞന് ഞാൻ മുടിയേക്ക് ഈ സുന്ദരക്കുട്ടപ്പനാക്കണേൻ്റെ ഒരു എന്നെ കണ്ടിട്ട് നോക്കണേണ്. പിന്നെ ഞാൻ അവൻ്റെ കൂട്ടിൽ വെച്ച് ചുമ്മാ എടുത്തതാണ്. അങ്ങനെ കുറേ ഫോട്ടോസ് ഉണ്ട്. ഇങ്ങനെ ഇത്രയും ക്ലാരിറ്റിയിലുള്ള കുറേ ഫോട്ടോസ് എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇനി വരാൻ പോണ എൻ്റെ ഫേവറേറ്റ് ആണ്. ഇതേപോലെ അപ്പു എൻ്റെ തോളത്ത് ഇങ്ങനെ പറ്റിച്ചേർന്ന് കിടക്കും. അപ്പു ഇങ്ങനെ മേത്ത് ഇങ്ങനെ കിടക്കും, പപ്പി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ അല്ലാണ്ട് മേത്തൊട്ടിയൊന്നും ഇരിക്കില്ല. അപ്പം എനിക്ക് ഭയങ്കര കംഫർട്ടാണ് ഇവൻ ഇങ്ങനെ എടുത്തുകൊണ്ട് വരാനായിട്ട്. അവനാണെങ്കിലും ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ പിന്നെ കൊണ്ടുവന്നവരാണ്. പിന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടിങ്കുവിനെ കൊണ്ടുവന്ന് ഇതേപോലെ ഞാൻ ടൂർ പോയിക്കഴിഞ്ഞു. ഞാനും അമ്മച്ചിയും കൂടി ചിറ്റടയൊക്കെ കൂടി ടൂർ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് പുതിയൊരാൾ. അപ്പോൾ ഓപ്പയും അക്കരത്തമ്മയും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്, അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പഠിപ്പ് വയ്ക്കണമായിരുന്നു വൈകുന്നേരം. അപ്പം ഞങ്ങൾ ടൂർ കഴിഞ്ഞ് വന്നപ്പോഴേക്കും പുതിയൊരാൾ നമ്മുടെ വീട്ടിൽ, ടിങ്കു ലാസപ്സിൻ്റെ ആ ഒരു ബ്രീഡാണ് അവൾ. അങ്ങനെ അവളായിട്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അറ്റാച്ച്മെൻ്റ് ആണ്. എന്നാലും അതുപോലത്തെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ആൺപട്ടികൾ എനിക്ക് ഭയങ്കര വീക്ക്നെസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ
ശരിയാ, കറക്റ്റാണ്. അപ്പുവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ജെറോപ്പിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ കൂടെയുള്ള സൈക്കോബി, അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ആൺപട്ടികൾ എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് ഒരു നക്ഷത്രം ഉണ്ടാവില്ലേ, നക്ഷത്രം. എൻ്റെ നാള് തിരുവാതിര. അപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ മൃഗം എന്ന് പറയുന്നത് ശരിക്കും പട്ടിയാണ്. വേറെന്ത് പേരാണ് പറയണത്, പക്ഷേ ഞാൻ നോക്കി ഏതോ ഗൂഗിളിൽ എന്തോ നോക്കിയപ്പോൾ പട്ടി ആൺനായ എന്ന് പറഞ്ഞ കണ്ടു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കറക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആൺനായകളോട്. എൻ്റെ ജീവൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലാണ് അവന്മാരോടെന്ന് പറയണത്. ബാക്കി പെൺപട്ടികളോട് എനിക്ക് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ മോളെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നമ്മുടെ മോൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുനരിക്കില്ലേ, അത് ഈ അപ്പു ജെറോപ്പ് സൈക്കോബി എന്നൊക്കെ പറഞ്ഞ അതുങ്ങളോടാണ്. ഇപ്പം ടിങ്കുവിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മ എന്ന് പറയാനായിട്ട്, ഞാൻ ക്ലാസ്സിൽ നിന്ന് വരും. എനിക്ക് പണ്ട് മഴത്തുള്ളി കിളിക്കും പാസ്സുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് കിളിക്കുള്ള പാസ്സാണ്. ആ പാസ്സിലിട്ടാണ് ഞാൻ ഡിഗ്രിയിൽ വരെ ഞാൻ ആ പാസ്സർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കാണാണ്ടായി. പിന്നെ അപ്പോൾ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടവഴി കയറി ഇങ്ങനെ വരുമല്ല, നമ്മുടെ ഇടവഴിയിലോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ പാസരത്തിൻ്റെ ഉച്ചവർക്ക് അറിയാമെന്ന് തോന്നുന്നു. അവൾ ഓടി കൂടിൻ്റെ പൊക്കത്ത് കയറി നിൽക്കും. ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. അവൾ കൂടിൻ്റെ പുറത്തോട്ട് തലയും പുറത്തിട്ട് നിൽക്കണ ഒരു ഫോട്ടോ ഉണ്ട്. ഫോട്ടോ എന്നല്ല, ശരിക്കും അവൾ ഇപ്പോഴും അങ്ങനെയാണ്. എൻ്റെ പാസരത്തിൻ്റെ ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ അവൾ ടിങ്കു ഓടി കൂടിൻ്റെ പുറത്തോട്ട് ഇങ്ങനെ നിൽക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ടിങ്കു എന്ന് പറയുന്ന ആള്. പുള്ളി കൂടിൻ്റെ പുറത്ത് എന്നെ കാത്ത് നിൽക്കണേണ്. അതായത് എൻ്റെ പാദസരത്തിൻ്റെ കിലുക്കം കേട്ടിട്ട് വന്നുകൊണ്ട് ചാടി കയറി നിൽക്കണേണ്. അത് എത്ര ഇതാണെങ്കിലും അവളെ നിൽക്കട്ടെ. ഇതാണ് അപ്പം ടിങ്കു മോള് ഭയങ്കര ഓർമ്മയാണ്. പിന്നെ ഇവളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് വരക്കാൻ പശ്ചാത്തലത്തിൽ കൂടെ പണ്ട് ഇതേപോലെ കോമ്പൗണ്ടൊന്നും തിരിച്ച് മീൻസ് ഗേറ്റ് ഒന്നും ഉണ്ടായില്ല. വേലി കെട്ടിയിട്ടുള്ള രീതിക്ക് മാത്രമേ നമുക്ക് സെക്യൂരിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ഇതുങ്ങൾ ഓടും. അപ്പോൾ ബാക്കിൽ മതിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്കിൽ മതിലിട്ടിയപ്പോഴേക്കും പക്ഷേ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, തോടിൻ്റെ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അവിടെ എന്ത് ചെയ്ത് കുളി കഴിയുമ്പോഴേക്കും നമ്മൾ എങ്ങോട്ടെങ്കിലും തിരിയുമ്പോഴേക്കും ചിലപ്പോൾ അവർക്കിടെ തുണി തോർക്കാനുള്ള തുണി എടുക്കുന്ന സമയത്തായിരിക്കും അവൾ ഓടി തോടിഞ്ഞുകൊണ്ട് വല്ല അപ്പുറത്തെ പറമ്പിൽ അല്ലെങ്കിൽ വല്ല കോഴിക്കൂടിൻ്റെ കടിയിലൊക്കെ പോയി വിരകി കോഴിക്കാട്ടമൊക്കെ മേത്തൊക്കെ ആക്കിയിട്ട് അന്വേഷിച്ച് കിടക്കും. ആരെങ്കിലുമൊക്കെ ഞാനും ഓപ്പയൊക്കെ എല്ലാ വീടുകളിൽ നടന്ന് അന്വേഷിക്കുക, അങ്ങോട്ട് വന്നാൽ ഇവള് വന്നാൽ അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട് ടിങ്കുവിനെ പറ്റിയുള്ളത്. ഇതാണ് നേരത്തെ പറഞ്ഞ കുളിപ്പിച്ചതിന് ശേഷം ഇവള് തോടുന്നിറങ്ങാൻ പോകുമ്പോഴുള്ള ഒരു ഫോട്ടോ. ഞാനപ്പോൾ കുളിപ്പിച്ചതിന് ശേഷം ഇവള് ഇങ്ങനെ അലമ്പണ്ടാക്കി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചായിരുന്നു. പാരന് വരുമ്പോൾ കാണിച്ചു കൊടുക്കാമല്ലോ, അമ്മച്ചി അച്ഛയൊക്കെ വരുമ്പോൾ അവക്കടെ ഫോട്ടോ കാണിച്ചു കൊടുക്കാൻ വേണ്ടി എടുത്ത് വെച്ച പണ്ടത്തെ ഒരു ഫോട്ടോയാണ്. പിന്നെ അവളെപ്പറ്റി ഞാൻ മറന്നു. കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയിൽ മിക്കതും ഇവള് എല്ലാ വീടുകളും നിറങ്ങാൻ പോകും. അപ്പോൾ പപ്പി ടിങ്ക് 3 സാധനങ്ങളും മിക്ക സമയത്തും വേലി ഞൂണ്ടു. നമ്മളെ ഇവിടെ അഴിച്ചിടുമല്ലോ ഇവന്മാരാ, കൂട്ടിൽ നിന്ന് അഴിച്ചിടുന്ന സമയത്ത് ഇതുങ്ങൾ ഓടി ഞൂണ്ടുപോകും. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായാലും ഞൂണ്ടുപോകും. പിന്നെ അതിൻ്റെ പുറകെ അന്വേഷിച്ചിറക്കി. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ഓർമ്മ എന്ന് പറയാൻ പറ്റുള്ളത്. അവൾ ഇതേപോലെ മരിച്ചത് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു. അവർക്കും ഇതേപോലെ ചുമ എന്തോ വന്ന സമയത്ത് ഒരു ഓഗസ്റ്റിലാണ് അവർ മരിച്ചത്. ഡേറ്റ് ഞാൻ മറന്നു. ഓഗസ്റ്റ് 16 20 അങ്ങനത്തെ ഡേറ്റിലാണ് മരിച്ചത്. മരണത്തെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല. മരിച്ച കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ എനിക്കൊരു വിഷമമാണ്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ ബ്ലാക്കി എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു. പിന്നെ ടെഡി എന്ന് പറഞ്ഞൊരു പട്ടി ഉണ്ടായിരുന്നു. ടെഡി എന്ന് പറഞ്ഞത് അതിനോടൊന്നും എനിക്ക് വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും ഇല്ല. നമ്മുടെ വീട്ടിൽ കുറേ പട്ടീനെ വളർത്തി വന്നിട്ടുണ്ട് നമ്മൾ. അവൾ റോട്ടിൻ്റെ ഒരു ഇനമായിരുന്നു. അവൾക്ക് എന്നെ അമ്മനെ കണ്ടുകൂടാ. ഇത് വീട്ടിൽ എന്താണ് പെണ്ണുങ്ങളായിരുന്നു അവളെ നോക്കിയിരുന്നു ചെയ്ത് ഫുഡൊക്കെ കൊടുക്കണ ഒരു മാതിരിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനെ ഞാൻ കേട്ടത് കേട്ടോ. അവിടെ എന്നെ ഒന്ന് കണ്ടുകൂടാ. ഞാൻ അടുത്തില്ലാറില്ല, കാരണം അവളുടെ കൂടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ബാത്റൂം ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിൽ ഭയങ്കര കൊരേനി. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ തന്നെ പേടിയാണ്. അതുകൊണ്ട് അവൾ ശരിക്കും പറയാൻ തൊട്ടിട്ടും കൂടി ഇല്ലെന്ന് തോന്നണം അവളെ. കാരണം നമ്മളിഷ്ടമല്ലാത്തൊരു പ്രകൃതം അവളുടെ കാണിച്ചു കൂട്ടലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നുമില്ല. അച്ഛയും ഒപ്പിക്കണം അവളുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നു ഇടില്ല. പിന്നെ കൊണ്ടുവന്നത് പിന്നെ ഉള്ളതാണ് ജെറോപ്പി എന്ന് പറയുന്നത്. ജെറോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ മോൻ എന്നാണെങ്കിൽ പറയാം ജെറോപ്പി. അപ്പോൾ അവനെ ഇതേപോലെ ഞാൻ നളിനി ചിറ്റയുടെ വീട്ടിൽ മിക്ക വെക്കേഷനിൽ ഞാൻ നളിനി ചിറ്റയുടെ വീട്ടിലായിരിക്കും. അപ്പോൾ ഇതേപോലെ പപ്പിയെ കൊണ്ടുവന്ന സമയത്ത് ഞാൻ നളിനി ചിറ്റയുടെ വീട്ടിലായിരുന്നു. അതുപോലെ ഞാൻ ജെറോപ്പിനെ കൊണ്ട സമയത്ത് ഇവിടെ ഇരുന്നില്ല. ഞാൻ മാമൻ്റെ വീട്ടിൽ ഞങ്ങളവിടെ മാമൻ്റെ ഒക്കെ അവിടെ ഉത്സവമായിരുന്നു. വരാപ്പുഴയിൽ ഉത്സവ സമയത്ത് ഞങ്ങൾ കുറച്ച് കസിൻസ് ഞങ്ങളവിടെ നിൽക്കാൻ പോയിരുന്നു. ഉത്സവം 4-5 ദിവസത്തെ ഉത്സവം ഞങ്ങളവിടെ പോയാണ് ആഘോഷിക്കാറുള്ളത്. അപ്പോൾ അവിടെ ഇതേപോലെ നിൽക്കാൻ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ഈ ടെഡി എന്ന് പറഞ്ഞ അവളുടെ കൂട്ടിൽ വേറൊരു സാധനം ഇരിക്കുന്നു. ജെറോപ്പി ഒരു കുറുക്കൻ്റെ പോലത്തെ മുകളിലൊരു കുഞ്ഞു സാധനം കൂട്ടിലിരിക്കുന്നു. അപ്പം ഞാൻ കുറുക്കാന്ന് പറഞ്ഞാൽ വിളിച്ചിറങ്ങിച്ചത്.
അപ്പോഴാണ് ഓപ്പ പേരിട്ടത് ജെറോ എന്നാണ് അവൻ്റെ പേര്. ഞാനിങ്ങനെ ജെറോപ്പി എന്ന് പറയുന്നത്, നമുക്ക് പുന്നരിച്ച് ജെറോപ്പി ജെറോട്ടു എന്നൊക്കെ വിളിക്കില്ല, അതേപോലെ ജെറോ എന്നാണ് അവൻ്റെ ശരിക്കും പേരിട്ട. ജെറോപ്പിന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോഴായിട്ടാണ് അവൻ്റെ ശരിക്കും പേരെന്താണെന്ന് പറഞ്ഞത് ഓർത്തത്. ജെറോപ്പിന്നാണ് ഞാൻ കൂടുതലായിട്ട് പറയണത്. അങ്ങനെ അപ്പോൾ ഒരു കുറുക്കൻ കൂട്ടിലിരിക്കണ്, പിന്നെ അവൻ അഴിച്ചിട്ട് ഭയങ്കര സ്നേഹമായിരുന്നു അവന്. അവനും ഭയങ്കര ഇതാണ്. ഞാനും അവിടെ ഇപ്പം എൻ്റെ അനിയത്തിമാരുണ്ടായിരുന്നു വീട്ടിൽ, അവരൊക്കെ ആയിട്ട് ഭയങ്കര കൂട്ടായിരുന്നു ആ സമയത്ത്, കാരണം ചെറുതല്ലേ. പിന്നെ ഇവര് വല്ലപ്പോഴൊക്കെയല്ലേ വരണത്, അങ്ങനെ വളർന്നു ഇവനും വലുതായി. പിന്നെ ഇവരും വരവ് കുറഞ്ഞപ്പോഴേക്കും പിന്നെ ആൾ ഇത്തിരി ടെററായി. ഇപ്പം എൻ്റെ അടുത്തൊക്കെ മാത്രം, ഞങ്ങളുടെ വീട്ടിൽ 4 പേരല്ലാണ്ട് വേറെ ആരും അവനും കണ്ടുകൂടാ. അങ്ങനെയൊക്കെ ആയിരുന്നു ജെറോപ്പിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. പണ്ട് ചെറുപ്പത്തില് നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ഇട്ട് ഇവന്മാരെ വളർത്തുമല്ലോ, ആ സമയത്ത് ജെറോപ്പിനെയും കൊണ്ട് ഞാനൊരു ദിവസം വീടിൻ്റെ അകത്തോട്ട് കയറി. അപ്പം അവനിങ്ങനെ അവിടെ ഓടി നടക്കുന്നുണ്ട്. ഞാനിങ്ങനെ ദിവാങ്കോട്ടിൽ ഇങ്ങനെ ഇരിക്കട്ടെ, ടി വിയും കണ്ട് ഇങ്ങനെ ഇരിക്കണേണ്. ടി വിയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനിങ്ങനെ ഷോക്കേസിൻ്റെ മുകളിലോട്ട്, അതായത് എൻ്റെ മടിക്കേറി ഇങ്ങനെ നിൽക്കണേണ്. മടിക്കേറി നിന്നുകൊണ്ട് ഷോക്കേസിലോട്ട് ഇങ്ങനെ എന്നെ നോക്കി നിൽക്കണം. അപ്പം ഞാൻ ജെറോപ്പി എന്താണ് ഇങ്ങനെ സ്റ്റാച്ചു ആയിട്ട് നിൽക്കണം എന്ന് ആർക്കറിയാം. നോക്കിയപ്പോൾ എന്താണ് ചെക്കൻ മുള്ളങ്ങനെ എൻ്റെ മേത്ത് നിന്ന് മുള്ളാണ് പൊട്ടെ. എൻ്റെ ഡ്രസ്സ് എന്തോ ഒരു മാതിരി പോളിസ്റ്റർ ആയതുകൊണ്ട്, അതായത് പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യാത്ത ഡ്രസ്സ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആ ഡ്രസ്സും പൊക്കിക്കൊണ്ട് പോയി പുറത്ത് കുറച്ച് മൂത്രം അങ്ങോട്ട് എൻ്റെ ഡ്രസ്സിൽ നിന്ന് അങ്ങോട്ട് ഒഴിച്ചു കളയാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ജെറോപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയുണ്ട്. പിന്നെ അവനെന്ന് പറയുമ്പോൾ എന്നെ കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കാണെങ്കിൽ എനിക്ക് ക്രിക്കറ്റ് കുത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ എന്നെ കടിച്ചു വലിച്ചുകൊണ്ട് ഇവിടെയൊക്കെ നടക്കും, ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ കൂടെയൊക്കെ എന്നെ കടിച്ചു പിടിച്ച് ഞാൻ പച്ചയും അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. പക്ഷെ എനിക്കിഷ്ടമാണ്. എനിക്ക് ടെൻഷനില്ല, അവൻ കടിക്കണം, എനിക്ക് എന്തൊരു ഒരു പേടിയില്ല. എൻ്റെ കൈ നിറച്ച് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അവൻ കടിച്ച്. പക്ഷെ എനിക്ക് എത്ര കടിച്ചു പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഒരു ഇഞ്ചക്ഷൻ പോലും ഞാൻ വെച്ചിട്ടില്ല പട്ടി കടിച്ചെന്നും പറഞ്ഞുകൊണ്ട്. കാരണം എൻ്റെ ശരീരത്തിൽ അതിനുള്ള ആൻറ്റിബോഡി ഉണ്ടാവും, ആ ആൻറ്റിജൻ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള മിക്കവാറും. കാരണം അത്രയും കടി കൊണ്ടിട്ടുണ്ട്. അത് ഇതുവരെ എനിക്ക് എന്തായാലും പട്ടി കടിച്ചൊന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവനൊരുപാട് കൈ മൊത്തം, ഈ 2 കൈ മൊത്തം കടിച്ച് പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട് അവനെ പറ്റി. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ ജെറോപ്പി എന്ന് പറയണത്. ഇവനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അലക്കണലിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയേക്കണേണ്. അപ്പോൾ നമ്മളൊരു പിക്ക് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടി ഒന്ന് പോസ് ചെയ്തതാണ്. പിന്നെ ഇതെന്ന് പറയണത് ടെറസിൻ്റെ മുകളിൽ അവൻ്റെ കൂടെ ഞാൻ കല്ലെറിഞ്ഞും കുപ്പിയൊക്കെ എറിഞ്ഞ് കളിക്കണതിൻ്റെ ആ ഒരു ഇമേജാണ്. ഇതും ആ കുളിപ്പിക്കാൻ പോണതിന് മുന്നേ ഉള്ള ഒരു ചെറിയ ഫോട്ടോ. പിന്നെ ഇതേ അമ്മച്ചിയുടെ മണി പ്ലാന്റും കൊണ്ട് ചെക്കൻ ആന പനമ്പട്ടയും കൊണ്ട് പോകൂലേ, അതേപോലെ ടെറസിൻ്റെ മുകളിലേക്ക് പോണേണ്. നമ്മൾ മേടിക്കാൻ ചെന്ന് നല്ല കടി കിട്ടും, നല്ല മരട്ടലായിരിക്കും ചെക്കൻ്റെ നിന്ന്. പിന്നെ എന്താ ഓർമ്മ, പിന്നൊരു ഓർമ്മയുള്ളത് ഭയങ്കര ഒരു ഓർമ്മ കേട്ടാ. അവൻ ഇതെന്നാണ്, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു ഗ്രില്ലുണ്ടായിരുന്നു, പഴയ ബാത്റൂമിൻ്റെ ഒരു ഗ്രില്ലിരുന്ന് വെച്ച്. അപ്പോൾ ഞാൻ ടോയ്ലറ്റിൽ പോണ സമയത്ത്, അതായത് ഞാൻ ബാത്റൂമിൽ പോണ സമയത്ത് ആ ഗ്രില്ല് അവിടെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. ജെറോപ്പി ഓടി വന്നത് തട്ടലും നേരെ ഗ്രില്ല് വന്നിട്ട് ഇവിടെ വീണു. ഈ സൈഡിലാണ് ഞാൻ മറന്നുപോയി. നേരെ ഗ്രില്ല് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ മൊത്തം ഇങ്ങനെ പൊട്ടി. ഈ ഒരു ഏരിയ ഇങ്ങനെ മൊത്തം പൊട്ടി. എനിക്കാണെങ്കിൽ പിറ്റേ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണം തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ പൊട്ടലും വെച്ചുകൊണ്ട് ഞാൻ തൃശ്ശൂർ വരെയും പോയി. ശരിക്കും ഇവിടെ എല്ലാവർക്കും, ഞാൻ അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം, ആ ഒരു പാട് കാണാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഓർമ്മയാണ് എനിക്ക് ചെറുപ്പനെ പറ്റിയുള്ള ഓർമ്മ. പിന്നെ എന്താണ്, പിന്നെ അവനെ ഞാൻ കുളിപ്പിക്കുന്നു, അവനെ അലക്കണ കല്ലുമ്പോൾ കയറുന്ന അവനെ ഞാൻ കുളിപ്പിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാരെയൊക്കെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനാക്കാന്നുള്ളത്. പിന്നെ അപ്പൂനെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് വൈറ്റാണല്ലോ അവന്മാർ, കുളിപ്പിച്ചിട്ട് തോർത്തിയിട്ട് ഉണങ്ങിയതിന് ശേഷം ഇങ്ങനെ ഇവിടെയൊക്കെ മൊത്തം നല്ല, ഇവിടെയൊക്കെ അവന്മാർക്ക് സിംഹത്തിൻ്റെ പോലത്തെ ഗജയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ നല്ല സുന്ദരക്കുട്ടപ്പനാക്കും. അപ്പോൾ ജെറോപ്പിനെ പറ്റി കുറേ ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ കൂടുതലായിട്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇതൊക്കെയാണ് ജെറോപ്പി. അതിൻ്റെ ഇടയ്ക്ക് ജെറോപ്പിക്കൊക്കെ മുന്നേ എൻ്റെ വീട്ടിൽ ഒരു ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ടായിരുന്നു, പേര് അർജുൻ എന്നായിരുന്നു കേട്ടോ. അത് ഭയങ്കര വലുതായിരുന്നു. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് ഞാൻ കയറി ഇരുന്നിട്ട് മറ്റേ അയ്യപ്പസ്വാമി പുൽപ്പുറത്ത് വീട്ടിൽ അതേപോലെ ഞാൻ ഇവിടെ കളിക്കുമായിരുന്നു. അതിൻ്റെ പുറത്ത് കയറി ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഞാൻ നടക്കും, ഇങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അവനിതേപോലെ
ഏതൊരു സമയത്തായി അരവണപ്പായസം നമുക്ക് വീട്ടിൽ ആര് ശബരിലേക്ക് പോയതിൻ്റെ പ്രസാദം കൊണ്ട് തന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇവന്മാർക്ക് ഈ മധുരം കൊടുക്കണം ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാർക്ക് മധുരം ഒന്നും കൊടുക്കാൻ പാടില്ലെന്നൊക്കെ അറിഞ്ഞത് ഞാൻ പിന്നീടാണ്, കുറേ നാളുകൾക്ക് ശേഷം ഞാൻ അരവണ പായസം കൊടുത്തോണ്ടിരിക്കണം. എന്നിട്ട് ഞാൻ ഇവന്മാർക്ക് ഇങ്ങനെ ഫുഡ് കൊടുത്ത് ഞാൻ കിറുക്കിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാർക്ക് കീരി പിടിപ്പിക്കാനായിട്ട്. അമ്മമാരുടെ കടി കിട്ടണ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്തെങ്കിലും ചെയ്താലും കടി കിട്ടുക ഞാനിങ്ങനെ ക്രിക്കറ്റ് ഇങ്ങനെ അവൻ ഇങ്ങനെ പായസം തിന്നുകൊണ്ടിരിക്കുന്നു, ഞാൻ ക്രിക്കറ്റ് കുത്തുന്നു. അവൻ തിന്നുന്നു, ഞാൻ ക്രിക്കറ്റ് കുത്തുന്നു. അവൻ 2-3 പ്രാവശ്യം ക്രിക്കറ്റ് കുത്തിയിട്ട് അവനൊരു റെസ്പോൺസ് ഉണ്ടായില്ല കേട്ടാ. നാലാമത്തെ പ്രാവശ്യം ഞാൻ ക്രിക്കറ്റ് കുത്തയില്ല. കുത്തിയത് അത്ര എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ ഈ കൈ കിട്ടുക അവൻ ഒറ്റ കടി പിടിച്ചിട്ട് വിടണില്ല, അങ്ങനെ പിടിച്ചു ഇങ്ങനെ കടിച്ചു നിൽക്കില്ല. അതേപോലെ അവൻ്റെ എല്ലാ പല്ലും കൊണ്ട് ഒറ്റ കടി പിടിച്ചപ്പോൾ ഞാനിങ്ങനെ വിടറാ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. അവൻ ഏതൊരു സമയത്ത് വിട്ടതിന് ശേഷം എനിക്ക് പിന്നെ കണ്ണ് കാണുന്നില്ല. കാരണം അത്രക്ക് നല്ല കടിയായിരുന്നു, നല്ല പോലെ ആ പല്ല് ശരിക്കും അമർന്നതിലേക്ക്. എന്നിട്ട് ഞാൻ അവിടുത്തെ ഞങ്ങളുടെ പഴയ വീടിൻ്റെ ഭിത്തി ഉണ്ടായിരുന്നു, അവിടെ പിടിച്ചിങ്ങനെ നിന്ന് കുറേ കഴിഞ്ഞ് വേഗം ഞാൻ അകത്തോട്ട് കുറച്ച് നേരം അങ്ങനെ കിടന്നു. ആരോടും പറഞ്ഞില്ലട്ടാ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ അതൊന്ന് പുറത്തു തുടങ്ങുമല്ലോ, പുറത്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ അമ്മച്ചി എന്നെ അവൻ അച്ഛ അതിനെ അവനെ കടിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ പറയുന്നത്. അങ്ങനത്തെ ഒരു ഓർമ്മയാണ് അവനെ പറ്റിയുള്ളത്. പിന്നെ അവന് കൊടുത്തു കളഞ്ഞ എന്താണ് ഞാൻ മറന്നുപോയി. നല്ല ഭയങ്കര വലുതായിരുന്നു, ശരിക്കും ഒരു സിംഹത്തിൻ്റെയൊക്കെ അത്ര നീളമുണ്ടായിരുന്നു, സിംഹം പുല്ലിൻ്റെയൊക്കെ അത്ര ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. പിന്നെ അവനായിട്ട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടായില്ല. ഈ ഒരു ഓർമ്മ മാത്രമേ എനിക്ക് കടി കൊണ്ടത് അവൻ്റെ പുറത്ത് കയറി ഇങ്ങനെയൊക്കെ നടക്കണം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ കൂടുതൽ കാലം നമ്മളുടെ അന്ന് പറഞ്ഞിട്ട് വളർത്തിയേക്കണാണ് ഇവൻ എന്ന് പറയുന്നത്, ജെറോപ്പി. അവനും ഇതേപോലെ അവൻ മരിച്ചത് 2018 ഞാൻ PG പഠിക്കുന്ന സമയത്താണ് അവൻ മരിച്ചത്. അവന് വയ്യാണ്ടായിരുന്നു. ഇതേപോലെ ഫുഡ് കഴിക്കാണ്ടാവണം മെയിൻ പ്രശ്നം. വയ്യാണ്ടായി കഴിഞ്ഞ് ഫുഡ് കഴിക്കൂല, അങ്ങനെ വയ്യാണ്ടായി തളർന്നു വെച്ചൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഇതാക്കിയിട്ടൊന്നും രക്ഷയുണ്ടായില്ല. അപ്പം അവൻ അങ്ങനെ മരിച്ചു. ഭയങ്കര ട്രാജഡി ആയിരുന്നു. ഞാനിപ്പോൾ കൂടുതൽ ഓർക്കുന്നില്ല, ഓർത്ത് കഴിഞ്ഞാൽ സങ്കടം വരും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ പട്ടി വളർത്തൽ. അതായത് അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഓർമ്മകൾ എന്ന് പറയണത്. പിന്നെ ഇതിലൊക്കെ വേറെ എന്തൊക്കെയോ കുറേ പട്ടികളൊക്കെ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ബെസ്റ്റായിട്ടുള്ള 4 ഉണ്ട് നിങ്ങൾ: അപ്പു, പപ്പി, ടിങ്കു, ജെറോപ്പി. പിന്നെ ഇപ്പം ഉള്ളത് സൈക്കോബിയാണ്. ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വീട്ടിൽ കൈതാരത്തുള്ളത് സൈക്കോബിയാണ്. പണ്ട് ജെറോപ്പി വെച്ച സമയത്ത് ഞാൻ ഭയങ്കര സങ്കടത്തിലായതുകൊണ്ട് പുഴു എനിക്ക് പട്ടിനെ മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞ ശേഷം 2ാമത്തെ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ട് എനിക്ക് സൈക്കോബിനെ തന്നു. ഇപ്പോൾ അപ്പുവിൻ്റെയും ജെറോപ്പിയുടെയൊക്കെ ഞാൻ അപ്പുവിൻ്റെയും ജെറോപ്പിയുടെയൊക്കെ പ്രേതം എന്നാണ് ഞാൻ ഈ സൈക്കോബിനെ മനസ്സിൽ പറയാറ്. കാരണം ചില സമയത്ത് എനിക്ക് നോക്കുമ്പോൾ അപ്പുവിൻ്റെ ആ ഒരു സ്നേഹം എന്നോട് കാണിക്കണതൊന്നും ഒരു ചില നേരത്തെ അവൻ്റെ കുരുത്തക്കേട് കാണുമ്പോഴേക്കും ജെറോപ്പിയുടെ ആ ഒരു പഴയ പ്രാന്തുണ്ടല്ലോ, അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ അപ്പുവിൻ്റെ അത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ദൈവം ചിലപ്പോൾ എനിക്ക് അവന്മാരുടെ ആത്മാവ് സൈക്കോബിയിലേക്ക് തന്നേക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അപ്പുവിനെ പോലത്തെ ഒരെണ്ണത്തിനൂടെ ഒപ്പം നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു, ചക്ക എന്നാണ് എൻ്റെ പേര്, ചക്ക. പിന്നെ അതിനെ ഏത് വീട്ടിൽ നിന്ന് നമുക്ക് വളർത്താൻ തന്നതായിരുന്നു. പിന്നെ അവരുടെ ആ വീട്ടുടമസ്ഥർ വന്നപ്പോഴേക്ക് തിരിച്ചുകൊണ്ട് ശരിക്കും അത് കറക്റ്റ് അപ്പുവിൻ്റെ പ്രേതത്തിൻ്റെ പോലെ തന്നെ. മീൻസ് ചില ആംഗിളിൽ നോക്കുമ്പോൾ കറക്റ്റ് അപ്പുവാണ്, പക്ഷെ അപ്പുവിൻ്റെ ക്യൂട്ട്നെസ് ഒന്നും അതിനില്ല. പക്ഷെ ചില ആംഗിളിൽ നോക്കുമ്പോൾ അപ്പുവിൻ്റെ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫോട്ടോ കാണിച്ചു തരാം, എനിക്ക് കാണുമ്പോൾ തോന്നും ഏതൊരു ചായ ഇല്ലെന്ന്. പക്ഷെ എനിക്ക് ചില സമയത്ത് ചില ആംഗിളിൽ നോക്കുമ്പോഴേക്കും കറക്റ്റ് അപ്പുവിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അപ്പം ഇതാണ്ട് ചക്ക. എനിക്ക് ചില സമയത്ത് ഇവൻ്റെ ഓരോരോ ആംഗിളിൽ നോക്കുമ്പോൾ അപ്പുവിൻ്റെ ലുക്കൊന്നും തോന്നിയത് ഇവനെയാണ്. അത് ചില സമയത്ത് കുറുക്കൻ്റെ പോലത്തെയാണ്, പക്ഷെ പാവമായിരുന്നു അങ്ങനെ. അപ്പോൾ ഇപ്പം എൻ്റെ ഇവിടെ ചാത്തനാട്ടുള്ളത് സാറയുണ്ട്. സാറ എന്ന് പറയുമ്പോൾ ഞാൻ PG പഠിക്കുന്ന സമയത്ത് അവളെ കൊണ്ടുവന്നത്. അവളുടെ കൂടെ അവളെ എടുത്തപ്പോൾ 2 പട്ടിനെ ഒരുമിച്ചെടുത്തായിരുന്നു. പിന്നെ അത് 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും അവക്കടെ കൂടെ ഉണ്ടായിരുന്ന വേറൊരാൾ മരിച്ചു ഇതേപോലെ വയ്യാണ്ടായിട്ട്. അത് എന്ത് പറ്റിയാണെന്നറിയില്ല, കഴുത്ത് ഇങ്ങനെ കിടന്ന് കറങ്ങുമായിരുന്നു. എന്ത് പറ്റിയതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ അതിലിപ്പോൾ സാറമ്മോൾ ഞങ്ങളുടെ ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു പോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പട്ടി നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷേ സാറിനോടൊക്കെ എനിക്ക് കല്യാണത്തിനൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെയൊക്കെ. പക്ഷേ കല്യാണം കഴിഞ്ഞ് പോകുന്നു പിന്നെ ആ പണ്ടത്തെ പോലെ ഒന്നും എനിക്ക് നിൽക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ തന്നെ ഇരുന്നല്ല ഇറക്കലും കയറ്റലും കൂടുകൾ അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇപ്പം അച്ഛനെല്ലാം ചെയ്യുന്നത്. എന്നാലും പഴയൊരു അറ്റാച്ച്മെൻറ്റ് പോയി. എന്നാലും അവൾക്ക് ആ ഒരു ഇതുണ്ടാവുമല്ലോ, പണ്ടത്തെ ഒരു ഇത്. അങ്ങനെ അപ്പം അത് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ആളാണ് സാറമോള്, റൈറ്റ് സൈഡിലുള്ളത് ക്യാൻഡി. രണ്ടും നല്ല കുരുത്തം കെട്ട സാധനങ്ങളായിരുന്നു. എന്നെ രാത്രി 2 മണിക്കൊക്കെ വരെ ഇതുങ്ങളുടെ ശല്യം സഹിക്കാണ്ട് എന്നെ കൊണ്ട് ഇതുങ്ങളുടെ പുറകെ നടക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് 4 പേരെയും കൂടി നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അഴിച്ചിട്ടേക്കുന്നതാണ്. അപ്പോൾ ജെറോപ്പിയും പപ്പിയും സാറയും ക്യാൻഡിയും ഓപ്പയും ഞാനൊക്കെ മുകളിൽ നിൽക്കുന്ന സമയമാണത് കളിക്കാനായിട്ട് ഇവരുടെ കൂടെ.
ഇതേ നമ്മ മുറ്റത്ത് അവന്മാരെ കഴിച്ചിട്ടിട്ട് ഈ നമ്മുടെ ജെറോപ്പിനെ നോക്കിയാണ് രണ്ടും കൂടെ നിൽക്കണത്. അങ്ങനത്തെ പഴയ ഫോട്ടോ. അപ്പം എൻ്റെ ഇതെന്ന് പറയുന്ന സൈക്കോബിയാണ്. അപ്പം അവൻ്റെ ചേച്ചി എന്നുള്ള വിളിയൊക്കെ, അതൊക്കെയാണ് രസം എന്ന് പറയാനായിട്ട്. അങ്ങനെ എൻ്റെ സൈക്കോ മോനിലേക്ക് എത്തിയിരിക്കുന്നു ഞാൻ. ഇവനാണ് ഇപ്പോഴത്തെ എൻ്റെ ലോകം എന്ന് പറയുന്നത്. അവൻ്റെ ലോകവും ഞങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഞാൻ, പുളു, അക്ഷയ്, അമ്മച്ചി, ചേച്ചമ്മ, അതൊക്കെ തന്നെയാണ് അവൻ്റെ ലോകം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ എൻ്റെ അപ്പു, ജെറോപ്പിയൊക്കെ ഇവനാണ്. അവരുടെ എല്ലാ ഓർമ്മകളും അവരുടെ എല്ലാ ഭാവങ്ങളും എനിക്ക് ഇവരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഇവനാണ് എൻ്റെ എല്ലാം എന്ന് പറയണത്. എൻ്റെ സൈക്കോ നടിച്ചിരിക്കും പേര് നമ്മൾ സൈക്കോബി എന്നൊക്കെ ചുമ്മാ അങ്ങനെ വിളിക്കണേന്ന്. അവനാണെങ്കിൽ മനോഹരമായ പേരിട്ടത് ഞാൻ തന്നെയാണ്. അവനാണെങ്കിൽ ആ പേര് അന്വർത്ഥമാക്കിയിട്ടുണ്ട്. അതാണ് അവൻ്റെ ക്യാരക്ടറും. അങ്ങനെ അപ്പുവിനെ പറ്റിയുള്ള, പപ്പേനെ പറ്റിയുള്ള, ടിങ്കുവിനെ പറ്റി, ജെറോപ്പിനെ പറ്റിയുള്ള എൻ്റെ ഓർമ്മകൾ ഇത്രയാണ്. ഇങ്ങനെ ഓർമ്മകൾ എന്ന് പറയാൻ കാരണം ഈ ടെറസിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞത് അവന്മാരുടെ സാമ്രാജ്യമായിരുന്നു. അവന്മാർ ഓടിക്കളിച്ചിട്ടുള്ള ഇപ്പം നമുക്ക് നമ്മുടെ വീടെന്ന് പറഞ്ഞ പോലത്തെ അവന്മാരുടെ സാമ്രാജ്യമായിരുന്നു ഈ പറഞ്ഞ ടെറസിൻ്റെ മുകളിൽ. ഞാനാണെങ്കിൽ ക്ലാസ്സിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ, ക്ലാസ്സിൽ പോയിട്ട് ചിലപ്പോൾ നമ്മൾ 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുമല്ലോ. 5 മണിയൊക്കെ എൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് രാവിലെ 7 മണിക്ക് എണീക്കുക. എൻ്റെ ഡയറിയിലുണ്ട്, പണ്ട് ഞാൻ ഡയറി എഴുതുമായിരുന്നു. ആ ഡയറിയിൽ ഇപ്പം നമ്മൾ വായിക്കുകയാണെങ്കിൽ എല്ലാ ദിവസത്തെയും നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യണത് ഇന്ന് രാവിലെ 7 മണിക്ക് എനിക്ക് അവന്മാർ ഇറക്കി. ഇതും പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ദിവസത്തെ ഡയറി സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 7 മണിക്ക് എണീക്കുക, അവന്മാർ ഇറക്കുക, ഓട് കഴുകുക, പിന്നെ ഒരു ടൈം ആകുമ്പോൾ അവന്മാരെ എന്തെങ്കിലും മുകളിൽ കയറ്റുമല്ലോ. അതിന് ശേഷം ആ ടൈം ആകുമ്പോഴേക്കും താഴത്തോട്ടിറങ്ങി കൂട്ടി കയറ്റുക. രാവിലെ ചില സമയത്ത് ഈ ജെറോപ്പിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ നേരത്ത് കയറൂല. അപ്പൂനെയൊക്കെ നമുക്ക് എടുത്തിറക്കാൻ പറ്റും, കൂട്ടിലോട്ട് കയറ്റാം. ഈ ജെറോപ്പിന്നൊക്കെ നമ്മൾ വലുതല്ലേ, അവനൊന്നും എടുത്തിറക്കാൻ പറ്റൂലല്ലോ. ചില സമയത്ത് ക്ലാസ്സിൽ പോകാനായിട്ട് നേരം ഉണ്ടാവില്ല. ബസ് ഇപ്പം പോകും നല്ല രീതിക്കായിരിക്കും. അരമണിക്കൂറൊക്കെ നമുക്ക് റെഡി ആകാനായിട്ട് ആകെ ടൈം ഉണ്ട്. ഇങ്ങനെ ഉന്തി തള്ളി കയറ്റാൻ നോക്കിയാലും അവൻ കയറില്ല. അവസാനം ഞാൻ കുറേ തല്ലി സഹി കിട്ടി, ഞാൻ കരഞ്ഞിട്ടൊക്കെ തല്ലിയിട്ടുണ്ട്. കാരണം ഇവൻ കയറി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ഡെയിലി റൂട്ടീൻ ഇതാ. രാവിലെ എണീക്കുക, അവന്മാരെ ഇറക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുക, ക്ലാസ്സിൽ പോവുക, അവിടെ എൻജോയ് ചെയ്യാൻ ശേഷം വീട്ടിലെത്തുക. 5 മണി ആകുക, അവന്മാർ പിന്നെയും ഇറക്കുക. എന്നിട്ട് അവന്മാരുടെ കൂടെ മുകളിൽ വൈകുന്നേരം മാത്രമേ അവന്മാരുടെ കൂടെ നിന്ന് കളിക്കാൻ പറ്റാറുള്ളൂ. അങ്ങനെ അവന്മാരുടെ കൂടെ കളിക്കുക എന്ന് പറഞ്ഞാൽ ബോൾ എറിഞ്ഞിട്ട് കളിപ്പിക്കുക, അല്ലെങ്കിൽ അഴയുണ്ടാവില്ല നമ്മുടെ ടെറസിൻ്റെ മുകളിൽ. അഴയിൽ കുപ്പി ഇട്ടിട്ട് ഇങ്ങനെ വലിക്കും. അപ്പോൾ വലിക്കുമ്പോൾ അവന്മാർ ചാടി കളിക്കുമല്ലോ, അത് പിടിക്കാൻ വേണ്ടിയിട്ട്. അവസാനം കിട്ടാണ്ടാകുമ്പോൾ എന്നെ കടിക്കും. അപ്പം ഞാൻ ഇട്ട് കൊടുക്കും. അപ്പം ജെറോപ്പിയുടെ മെയിൻ എന്ന് പറയുന്നത് അവസാനത്തെ അടവ് എന്നെ കടിക്കുക. എന്നെ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിട്ടു കൊടുക്കുമല്ലോ. എന്നിട്ട് പിന്നെയും അവന്മാർ പിന്നെയും കളിപ്പിക്കുക. അങ്ങനത്തെ പരിപാടിക്കാണ് അവന്മാരുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൊട്ടീനായിട്ടിരുന്നു. കല്യാണത്തിന് ശേഷമാണ് റൊട്ടീനൊക്കെ മാറിയത്. കല്യാണത്തിന് മുന്നേ വരത്തിൻ്റെ ഡെയിലി റൊട്ടീൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. അവന്മാരെ ഇറക്കുക, കൂട്ടിക്കയറ്റുക. എത്ര മഴയാണെങ്കിൽ മറ്റേ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കാരണം നമ്മുടെ ഇവിടെയൊക്കെ ഭയങ്കര വെള്ളം വരുന്നു. അവന്മാരെയൊക്കെ എടുക്കാൻ ഭയങ്കര പണിയായിരുന്നു. പിന്നെ പ്രളയമൊക്കെ മാറി നമ്മൾ ക്യാമ്പിൽ നിന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷമാണെങ്കിൽ മഴയാണെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ അല്ലേ ഒന്ന് ഇല്ലാണ്ടിരിക്കുള്ളൂ. ആ സമയത്തിൽ അന്ന് ടെറസിൻ്റെ മുകളിൽ വെറുതെ പ്ലെയിൻ ആയിരുന്നു, ഡ്രസ് വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവന്മാരെയൊക്കെ ഇറക്കി മുകളിലോട്ട് കയറ്റിലും മഴ പെയ്യുന്നിട്ട് മഴയത്തൊക്കെ പാവങ്ങൾ നനഞ്ഞ് ചീഞ്ഞ്, ഞാനും നനഞ്ഞ് ചെയ്യും. കൂട് ക്ലീനാക്കി ഒന്ന് തുടച്ച് വരുമ്പോഴേക്കും മഴ വരും. എന്നിട്ട് അവന്മാരെ എടുത്ത് താഴത്തോട്ട് ഇറക്കി തുടച്ചിട്ട് കൂട്ടി കയറ്റുക. ഒരു പണിയായിരുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല. ഇപ്പം അവന്മാരെ ഇവിടെ മുകളിൽ കയറ്റാനുള്ള കാരണം മുകളിൽ ഇങ്ങനെ ഒരു നല്ല സെറ്റപ്പ് കുഞ്ഞു കളിക്കുന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. അവന്മാരെ ഇപ്പം ഉള്ള അവന്മാരെ നമ്മൾ താഴെയാണ് ഇറക്കുന്നത്, മുറ്റത്തിട്ട് ഇറക്കും. അതല്ലെങ്കിൽ ഞങ്ങൾ നടത്തിക്കാനൊക്കെ വഴിയിലോട്ടൊക്കെ കൊണ്ടുപോകും, റോട്ടിലോട്ടൊക്കെ കൊണ്ടുപോകും. അതൊക്കെയുള്ളൂ. നേരത്തെ എന്ന് പറഞ്ഞാൽ അവന്മാരുടെ സാമ്രാജ്യമായിരുന്നു. കാരണം പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നും ഉണ്ടായില്ല. സാധാരണ ഒരു ടെറസിൻ്റെ മോഡ് പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ടെറസ് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അവന്മാർ കളിക്കുന്ന സ്ഥലമൊക്കെ അല്ലേ. അങ്ങനെ പഴയ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ ഷെയർ ചെയ്യണ്ടായില്ല. അവന്മാർ സൺഷെയ്ഡിൻ്റെ മുകളിൽ നിൽക്കണതും അവിടെ നിന്ന് കുരക്കണതൊക്കെയുള്ള പഴയ അത്ര ക്ലാരിറ്റി ഒന്നുമില്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ എൻ്റെ അടുത്തുണ്ട്. അതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. പക്ഷെ അന്ന് ആ വീഡിയോസൊക്കെ എടുക്കാൻ തോന്നുന്നത് നന്നായി. അവന്മാരുടെ അനക്കങ്ങളൊക്കെ നമ്മിങ്ങനെ എത്ര കണ്ണടച്ച് ഓർത്തിരുന്നാൽ പോലും നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നത് ഒരു പ്രത്യേക രസമല്ലേ, ഒരു പ്രത്യേക ഫീലാണല്ലോ. അപ്പം ഞാൻ അന്ന് പണ്ട് അച്ഛര പഴയൊരു നോക്കിയ ഫോണിൽ ആ ഒരു വീഡിയോസൊക്കെ എടുത്തതിന് ഞാനിപ്പോൾ എന്നോട് തന്നെ നന്ദി പറയുന്നു. കാരണം അതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് അവന്മാരെ അങ്ങനെയെങ്കിലും കാണാമല്ല. ഒരു ഫോണിൽ കൂടെയെങ്കിലും അവന്മാരെ അത്ര ക്ലിയറെങ്കിലും എനിക്ക് അവന്മാർ വരെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ ഉള്ളത്. ഞാൻ എന്തായാലും അതൊക്കെ കുറച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാം.
അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ അവന്മാരോടൊത്തുള്ള എൻ്റെ കുറച്ച് മെമ്മറീസ്. ഒരുപാട് ഞാൻ സത്യം പറഞ്ഞല്ലേ, നമ്മ മരിച്ചു പോയി, നമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് ഇപ്പ ആരെ കാണണം. നമ്മിപ്പം മരിച്ചില്ല, ഇപ്പൊ എൻ്റെ ഒരു സങ്കല്പത്തിൽ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാല് മോളിൽ ചെല്ലുമ്പോ, മോളിൽ നിന്നാണ് നമ്മിങ്ങനെ തമാശ പറയില്ല, മോളിൽ ചെല്ലുമ്പോ അവിടെ മരിച്ചുപോയ കുറെ പേര് ഇങ്ങനെ നിൽക്കുമല്ലോ. അപ്പൊ അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഈ അപ്പു, പപ്പി, ടിങ്കു, ചെറുപ്പി എന്നൊക്കെ പറയുന്നത്. ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ ഇപ്പൊ എനിക്ക് അക്കരത്തമ്മ മരിച്ചതിന് ശേഷം അക്കരത്തമ്മ, അച്ചാമ്മ, അപ്പ ഇവരെയൊക്കെ കാണാനായിട്ടാണ്. മരിച്ച് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവര് മരിച്ചു പോയിട്ടുണ്ടല്ലോ, അപ്പൊ അവരെയൊക്കെ കാണാനായിട്ടുള്ള കൂട്ടത്തിൽ ഇപ്പൊ എൻ്റെ അക്കരത്തമ്മയും അപ്പ അച്ചാമ്മയൊക്കെ ഉണ്ട്. ഏറ്റവും ടോപ്പിൽ അപ്പു പപ്പിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഇവര് മരിച്ചതുകൊണ്ട് ഇവരെയും കാണാനായിട്ടാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാനായിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇത് കാണുമ്പോൾ എന്ത് മണ്ടത്തിലാണ് വിളിച്ചു പറയണമെന്ന് ഓർക്കും. പക്ഷെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ മൈൻഡിലൊരു ചിന്താഗതികളല്ലേ. ഇപ്പൊ എനിക്ക് അവന്മാരെല്ലാം ഇഷ്ടം കൊണ്ടാണ് അവന്മാരെ കാണാനിട്ടില്ല, ചെന്നാൽ കാണാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇവന്മാർ മരിച്ച സമയത്തൊക്കെയുള്ള നമ്മുടെ എൻ്റെ ചിന്താഗതി അങ്ങനെ ആയിരുന്നു കേട്ടോ. മരിച്ചു കഴിഞ്ഞാൽ അവന്മാർ മുകളിൽ ചെല്ലുമ്പോൾ കാണാനല്ല എന്നൊക്കെ ഉള്ള ഒരു ഇത് വെച്ചുകൊണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അവന്മാരുടെ കൂടെയുള്ള എൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതേപോലത്തെ ഏതെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും പെറ്റുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, പേര് മെൻഷൻ ചെയ്യുക. എനിക്ക് ഇവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മനസ്സ് നിറയെ അപ്പു, പപ്പി, ടിങ്കു, ചെറുപ്പി ആണ് മരിച്ചു ഇവന്മാർ. പക്ഷേ ഇപ്പം നമുക്ക് നമ്മുടെ മക്കളൊക്കെ മരിച്ചു പോകുമ്പോഴുള്ള ഒരു ഫീലില്ലേ, സെയിം ഫീലാണ് എനിക്ക് അവന്മാർ. പിന്നെ കൂടുതൽ നമ്മരോട് പറഞ്ഞു നടക്കാറില്ലെന്നേ ഉള്ളൂ. ഇപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ടെറസിൻ്റെ മുകളിൽ കയറുമ്പോൾ ഇപ്പോൾ ഹോം ടൂർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പറയാനായിട്ടൊരു റീസൺ. ഹോം ടൂർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞപ്പോൾ ഇവിടത്തെ പറ്റി അങ്ങനെ ആലോചിച്ചപ്പോഴേക്കാണ് എനിക്ക് അവന്മാരുടെ കാര്യങ്ങളിന്ന് ഓർമ്മ വന്നത്. ഒരു കാലത്ത് ഞങ്ങളുടെ സാമ്രാജ്യമായിരുന്നു ഈ ടെറസിൻ്റെ മുകളിൽ എന്ന് പറയുന്നത്. ഞങ്ങൾ കളിച്ച് വളർന്നിട്ടുള്ള, ഇപ്പം ഞാനും വളർന്നത് ഇവന്മാരുടെ കൂടെയാണ്, മനസ്സിലായ. ആലോചിച്ച് 6ാം ക്ലാസ്സിൽ നിന്ന് എൻ്റെ PG പഠിക്കുന്ന സമയത്ത് വരെ ഞാൻ ഈ ടെറസിൻ്റെ മുകളിൽ അവന്മാരുടെ കൂടെ എൻജോയ് ചെയ്ത് തന്ന സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ കാരണം. പിന്നെ ഇന്ന് അപ്പൂൻ്റെ ബർത്ത്ഡേയും കൂടി ആണല്ലോ. അവൻ എൻ്റെ കൈ കിട്ടിയിട്ട് ഇന്നത്തേക്ക് 16 വർഷം. അപ്പൊന്നുണ്ടായിരുന്നെങ്കിൽ അവന് 16 വയസ്സാവാൻ തോന്നുന്നു.
അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ അത്ര ഇഷ്ടപ്പെടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഇങ്ങനെ എന്തൊക്കെയോ ഓർമ്മകൾ ഷെയർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇത് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് എനിക്ക് ഒരുപാട്, ഞാൻ 100% മനസ്സിൽ തട്ടി എൻ്റെ ഒരു ഓർമ്മകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്താണ്. ഇതേപോലെ നിങ്ങൾക്കും ഉണ്ടാകും ഏതെങ്കിലുമൊക്കെ പെറ്റ്, കൂടുതൽ പട്ടി പൂച്ചയൊക്കെ ആയിരിക്കും ഇതേപോലെ. അങ്ങനെ പിന്നെ ഇനി ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവന്മാരായിട്ടുള്ള എൻ്റെ ഓർമ്മകൾ നിങ്ങളോട് എനിക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.